ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ മാസം 28-ാം തീയതി 363-ാമത്തെ ദിവസത്തിലെത്തി. ഒരു ചെക്ക് ലിസ്റ്റ് എങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. 4 ദിനങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. ഈ ആണ്ട് തീരുകയാണ്. ജീവിതത്തിൽ ഇനി ആകെ 4 ദിനങ്ങളെ ഉള്ളൂ എന്ന് എന്തെങ്കിലും ഒരു ഉറപ്പ് ആർക്കെങ്കിലും കിട്ടിയാൽ അവരെന്തു ചെയ്യുമായിരുന്നു? അവശേഷിച്ച ആ 4 ദിനങ്ങൾ കൊണ്ട് അവരെന്തെല്ലാം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമായിരുന്നു? എന്തെല്ലാം ചെയ്യാനായിട്ട് ആരംഭിക്കുമായിരുന്നു? എന്തെല്ലാം ചെയ്ത് അവർ പൂർത്തിയാക്കുമായിരുന്നു? കുഞ്ഞിപ്പൈതങ്ങളുടെ ആ ചോരയും നിലവിളിയും, അവരെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ നെഞ്ചുപൊട്ടുന്ന നിലവിളിയുമൊക്കെ പരിസരത്തുയരുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഒരു ദിനം കൂടി മുമ്പോട്ട് നീങ്ങിയത്. ക്രിസ്തുമസിന്റെ പുണ്യം കണ്ണെത്തുന്ന കൈയെത്തുന്ന ദൂരത്ത് അന്ന് സംഭവിച്ചിട്ടും അത് അനുഭവിപ്പാനായിട്ട് വരം കിട്ടാതെ, കുറച്ചും കൂടെ നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ യോഗവും ഭാഗ്യവും കിട്ടാതെ പോയ കുറച്ച് ആളുകളുണ്ട്. അവരെക്കുറിച്ചും സുവിശേഷം ചിലതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തെ കൂട്ടർ നഗരത്തിലെ സത്ര ഉടമകളും ഭവനനാഥന്മാരുമാണ്. മറിയത്തെയും യോസേപ്പിനെയും കണ്ട മാത്രയിൽ ആട്ടിയിറക്കി പടിയടിച്ച അവർക്ക് ക്രിസ്മസിന്റെ പുണ്യം അങ്ങനെയാണ് നഷ്ടപ്പെട്ടത്. ഇന്നുമുണ്ട് ക്രിസ്തുവിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ പുറത്തു നിർത്തുകയും പുറത്തുനിന്ന് തന്നെ ക്രിസ്തുവിനെ ആട്ടിപ്പായിക്കുമൊക്കെ ചെയ്യുന്നവര്. വെറുതെയാണോ പരിശുദ്ധാത്മാവിന്റെ വലിയ വെളിപാടിനാല് വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയത്? ആ പുതിയ നിയമത്തിന്റെ അവസാന പുസ്തകത്തില് യേശു പറയുകയാണ്, ഞാൻ ഹൃദയവാതിക്കൽ വന്ന് നിൽക്കുന്നുണ്ട്, ഹൃദയവാതിക്കൽ മൃദുവായി മുട്ടുന്നുണ്ട്, ശബ്ദം കേൾക്കുകയും പുറത്ത് ഞാനുണ്ടെന്ന് തിരിച്ചറിയുകയും തുറക്കാനായിട്ട് സന്നദ്ധത കാണിക്കുകയും ധൈര്യം കാണിക്കുകയും സ്നേഹത്തോടെ ക്ഷണിക്കുകയും ചെയ്താൽ ഞാൻ അകത്ത് കയറും. ഇപ്പോഴും നമ്മൾ ഓരോരുത്തരുടെയും ഭവനത്തിൻ്റെ വെളിയിലും, നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെ അതിരുകൾക്ക് വെളിയിലും ഹൃദയത്തിന് വെളിയിലുമൊക്കെ ആരെല്ലാമോ ഇങ്ങനെ നമ്മളുടെ അല്പദയവിന് വേണ്ടി, ഒരു അനുഭാവത്തിനു വേണ്ടി, നമ്മളിൽ നിന്ന് ഇത്തിരി അനുകമ്പയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നില്ലേ? സ്വന്തം സുഖവും സൗകര്യവും സന്തോഷവും മാത്രം തേടുന്നവരുടെ പ്രതിനിധികളായി അന്നത്തെ സത്ര ഉടമകളും ഭവനനാഥന്മാരും ഇന്നത്തെ നമ്മൾ ഓരോരുത്തരും മാറിപ്പോയില്ലേ? മറ്റുള്ളവരുടെ ആവശ്യങ്ങളും അവരുടെ ആകുലതകളും കാണാൻ കഴിയാത്തവരാണ് ഈ പറഞ്ഞ ആളുകളും അവരെ നല്ലവണ്ണം ഫോളോ ചെയ്യുന്ന അവരെക്കാൾ മിടുക്കരായ നമ്മളും. ജീവൻ രക്ഷാ മരുന്നിന് കാശില്ലാതെ അയലത്തെ രോഗി മരിക്കുന്നതറിഞ്ഞിട്ടും എന്തുമാത്രം ആയിരങ്ങളാണ് നമ്മൾ നമ്മളുടെ അനാവശ്യമായ ആർഭാടത്തിന്, ആഘോഷങ്ങൾക്ക് ചെലവഴിക്കുന്നത്. കെട്ടുതാലിക്ക് വകയില്ലാതെ പുരനിറഞ്ഞു നിൽക്കുന്ന എന്തുമാത്രം മക്കളെ നമ്മൾ മനഃപൂർവ്വം മറന്നു കളയുന്നുണ്ട്. എന്നിട്ടാണ് സ്വന്തം വീട്ടിൽ ഒരു കുഞ്ഞു മാമോദീസായ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ നമ്മളിങ്ങനെ പൊടിച്ച് കലക്കിക്കളയുന്നത്. അപ്പൊ ബേത്ലഹേമിലെ സത്ര ഉടമകളുടെ പുതിയ പതിപ്പുകളാണ് ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും. ദൈവം തന്ന കുഞ്ഞിനെ പറക്കാൻ സ്വന്തം ഉദരത്തിൽ ഇടം നിഷേധിക്കുന്ന അമ്മമാരും ഈ സത്ര ഉടമകളുടെ താഴ്വരയിൽപ്പെട്ടവരാണ് എന്നുകൂടി പറയാതിരിക്കാനായിട്ട് നിവൃത്തിയില്ലല്ലോ, വേദനയും ലജ്ജയും ഉണ്ടെങ്കിലും. അങ്ങനെ ഒരു നല്ല ക്രിസ്തു അനുഭവത്തെ എന്തെല്ലാം ക്രൂരതയോടുകൂടിയാണ് നഷ്ടപ്പെടുത്തുന്നത്. അന്നത്തെ ചക്രവർത്തി ഹെറോദോസ് 2 വയസ്സിൽ താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളയാനായിട്ട് ശ്രമിച്ചതും ഇതിൻ്റെ ബാക്കിയാണ്. തൻ്റെ അധികാരം നഷ്ടപ്പെടുമെന്നും തൻ്റെ സ്ഥാനമഹിമ നിലനിർത്തേണ്ടതിനും ഒക്കെ വേണ്ടി എന്തൊരു കൊടും ക്രൂരതയിലേക്കാണ് ആ മനുഷ്യൻ പ്രവേശിച്ചത്. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള സന്തോഷം
നമ്മൾ തന്നെയാണ് രൂപപ്പെടുത്തേണ്ടത്. നമുക്കും മിനിമം ഒപ്പമുള്ളവർക്കുമെങ്കിലും. പ്രാർത്ഥനയോടുകൂടി ആമേൻ.